गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम यदा यदा हि धर्मस्य ग्लानिः हानिः, ഗ്ലാനി ശബ്ദത്തിന് ഹാനി അർത്ഥം പറഞ്ഞു, ക്ഷയം എന്നർത്ഥം. എന്താ അത്? വർണ്ണാശ്രമാദി ലക്ഷണസ്യ ധർമ്മസ്യ. ഇപ്പം ധർമ്മം വർണ്ണാശ്രമാദി ലക്ഷണമാണ്. വാസ്തവത്തിൽ ധർമ്മത്തിൻ്റെ വിപുലമായ അർത്ഥം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ താളമാണ് ധർമ്മം എന്ന് പറയാം. ഏറ്റവും നല്ല ഒരനുവാദം പ്രപഞ്ചതാളം എന്നുള്ളതാണ്. യാഥാ തഥ്യതോ അർത്ഥാൻ വ്യദധാത് എന്ന ഈശാവാസ്യ ഉപനിഷത്തിൽ എങ്ങനെ വേണോ അങ്ങനെ സകലത്തെയും ചേർത്ത് ധരിച്ചിരിക്കുന്നു. അതാണ് ധർമ്മം. അത് അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ സകലത്തെയും ചേർത്ത് നിർത്തുന്ന വ്യവസ്ഥയാണ്. ഈശ്വരാധീനമാണ് ധർമ്മം. അതാണ് ധർമ്മസ്യ പ്രഭുരച്യുത. അച്യുതൻ, നാശരഹിതൻ, ധർമ്മത്തിൻ്റെ പ്രഭു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ച വ്യവസ്ഥയാണ്, പ്രപഞ്ച താളമാണ് ധർമ്മം. എന്നാൽ അതിന് നമ്മളെങ്ങനെ അനുവർത്തിക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ പ്രപഞ്ചതാളത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ നയിക്കുകയാണ്. എൻ്റെ വാക്കുകളെക്കൊണ്ട്, എൻ്റെ ചിന്തകളെക്കൊണ്ട്, എൻ്റെ പ്രവൃത്തികളെക്കൊണ്ട് ഈ പ്രപഞ്ച താളത്തിനൊരു ദോഷം വരരുതേ, ഈ ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ജീവിതമാണ് ധാർമ്മിക ജീവിതം. അപ്പം അതുകൊണ്ട് അതിനനുസൃതമായി ഓരോരുത്തരുടെയും അവസ്ഥയ്ക്കനുസരിച്ച് ഇന്നിന്നത് ചെയ്യുക. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇന്നിന്നത് ചെയ്യുക, ഗൃഹസ്ഥനായിരിക്കുമ്പോൾ ഇന്നിന്നത് ചെയ്യുക, വാനപ്രസ്ഥനായിരിക്കുമ്പോൾ ഇന്നിന്നത് ചെയ്യുക, സന്യാസിയായിരിക്കുമ്പോൾ ഇന്നത് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരും, ഓരോ വ്യക്തിയും സമാജവും അങ്ങനെ അനുവർത്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിന് ഭംഗമില്ലാണ്ട് പോകും. സ്റ്റേജിലേക്ക് വരണ്ടപ്പോൾ വരിക, പോകേണ്ടപ്പോൾ അപ്പം പോവുക. പോകേണ്ട സമയമായിട്ടും പോവാതെ അവിടെ അള്ളി പിടിച്ചിരുന്നാലോ അപ്പോൾ അടുത്താക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ആശ്രമത്തെ വ്യക്തമായി പരിപാലിക്കുക. എങ്ങനെ ജീവിക്കണം, എന്തിനു ജീവിക്കണമെന്ന വ്യക്തമായ കാഴ്ചപ്പാട് നേടാൻ ബ്രഹ്മചര്യാശ്രമം, അതിനനുസൃതമായി ലോകവ്യവഹാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗൃഹസ്ഥാശ്രമം, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് തന്നിലേക്ക് തിരിയുന്ന പ്രക്രിയയിൽ വാനപ്രസ്ഥാശ്രമം, തീർത്തും തന്നിൽ തന്നെ ഉറച്ചിരിക്കുന്നതിൽ സന്യാസാശ്രമം. ഇങ്ങനെ ആശ്രമ വ്യവസ്ഥ. അതുപോലെ വർണ്ണവ്യവസ്ഥ. വർണ്ണവ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവനവൻ്റെ ഗുണഘടനയ്ക്കനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അഥവാ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ സത്വപ്രധാനമായ ഗുണഘടനയുള്ള ആൾ സ്വാഭാവികമായി അതിലേക്കാണ് ചോദന വരിക. അപ്പോൾ അയാളുടെ കർമ്മം ശ്രേഷ്ഠമാകും. അതുപോലെ രജോ ഗുണത്തിൻ്റെ ആധിക്യമുള്ള ആൾ സ്വാഭാവികമായിട്ട് ആ ചോദന വരും, അയാളുടെ കർമ്മം ശ്രേഷ്ഠമാകും. തമോ ഗുണാധിക്യമുള്ള ആൾക്ക് സ്വാഭാവികമായ ആ ചോദന വരും. അതിനനുസരിച്ച് അങ്ങനെ ഓരോരുത്തരും ഗുണഭേദമനുസരിച്ച് എവിടെയാണ് വെച്ചാൽ ഇരുന്നാൽ പോരെ, എവിടെയാണ് സീറ്റ് ഒഴിവുള്ള വെച്ചാൽ ഇരിക്കുക. സീറ്റിൽ മമത്വം വന്നാൽ എന്താ ചെയ്യുക? അപ്പോൾ അവനവൻ്റെ ഗുണഭേദമനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ വ്യാപരിക്കുക. അങ്ങനെ ഓരോരുത്തരും ചെയ്യുമ്പോൾ
മൊത്തം സമാജ വ്യവസ്ഥ മുന്നോട്ട് പോകും. ഇത് സൂക്ഷ്മമായി തിരിച്ചറിയേണ്ടതാണ്. വർണ്ണാശ്രമാദി വ്യവസ്ഥ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന വിഷയം. ഇതൊക്കെ വളരെ വിശദീകരിക്കേണ്ടതാണ്, പക്ഷെ അധികം വിസ്തരിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ 10 പേജ് പിന്നിലാണ്. ഭാഷ്യത്തിൽ ഇന്ന് തീർക്കേണ്ട ഭാഗത്തിൻ്റെ 10 പേജ് പിന്നിലാണ് ഉള്ളത്. സനാതന ധർമ്മസംബന്ധിയായി, വൈദിക ധർമ്മസംബന്ധിയായി ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന വിഷയമാണ് വർണ്ണം, ആശ്രമം, ഇവ രണ്ടും. ഏതായാലും ഭാഷ്യക്കാരനിവിടെ യാതൊരു മാറ്റി പറയാനും തയ്യാറല്ല. വർണ്ണാശ്രമാദി ലക്ഷണമാണ് ധർമ്മം. ഓരോരുത്തരും അവനവൻ്റെ ഗുണഭേദമനുസരിച്ചും ആശ്രമഭേദമനുസരിച്ചും സ്വകർമ്മങ്ങളിൽ വ്യാപരിച്ചാൽ മൊത്തം ധർമ്മവ്യവസ്ഥ, പ്രപഞ്ചത്തിൻ്റെ താളം അതിനനുസരിച്ച് പോകും. ഒരാൾ തെറ്റിച്ചാൽ തുടർച്ചയായിട്ടുള്ള കണ്ണി മുറിയും. അപ്പോൾ ഒരു സമാജം തെറ്റിച്ചാലോ അത്യബദ്ധവും. ഒരു രാഷ്ട്രം തന്നെ തെറ്റിച്ചാലോ പറയേണ്ടതില്ല, ആകെ താളം തെറ്റും. ഇത് ചിന്തിക്കുക. വലിയൊരു കാഴ്ചപ്പാടിൽ ഒരു ക്യാൻവാസ് നോക്കി കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അങ്ങനെ വർണ്ണാശ്രമാദി ലക്ഷണമായിരിക്കുന്ന ധർമ്മത്തിന് എപ്പോൾ ഹാനി സംഭവിക്കുന്നോ അപ്പോൾ പ്രാണിനാം അഭ്യുദയ നിശ്രേയസ സാധനസ്യ, അവിടെ ഒരു ചോദ്യം വരുന്നു. പ്രപഞ്ച താളമാണ് ധർമ്മം എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് അനുവർത്തിക്കുന്നത് കൊണ്ട് വ്യക്തിതലത്തിൽ എനിക്കെന്താ പ്രയോജനം? അവിടെ മറുപടി പറയുന്നു, പ്രാണികളുടെ എല്ലാ പ്രകാരത്തിൽപ്പെട്ട ഉയർച്ചയ്ക്കും ആത്യന്തികമായ നിശ്രേയസത്തിനും കാരണം ധർമാനുസൃതമായ ജീവിതമാണ്. അത് കൂടുതൽ മനസ്സിലാക്കാൻ ഇത്ര ചിന്തിച്ചാൽ മതി. മനുഷ്യനെ സംബന്ധിച്ച് അടിസ്ഥാന പുരുഷാർത്ഥമാണ് ധർമ്മം. ഏത് ദുഷ്ടവൃത്തി ചെയ്യുന്ന ആളായാലും അയാളുടെ ഉള്ളിൽ മറയ്ക്കപ്പെട്ട് മൂടപ്പെട്ട് ധർമ്മബോധം ഉണ്ടാവും. മനുഷ്യനെ സംബന്ധിച്ച് പ്രഥമ പുരുഷാർത്ഥം ധർമ്മമാണ്. അപ്പോൾ ധർമ്മവിരുദ്ധമായി നമ്മൾ ചെയ്യുമ്പോൾ സംഘർഷം ഉണ്ടാവും. അത് അന്ധകരണത്തെ മലീമസമാക്കും. പക്ഷെ നിരന്തരം ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഘർഷം ഉണ്ടാവില്ല. ആദ്യം കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ, ഇല്ലേ? നമ്മൾ ആദ്യം മോഷണം ചെയ്യാൻ പോകുമ്പോൾ ഓർത്ത് നോക്കൂ. ആദ്യം മോഷണം ചെയ്തപ്പോഴാ ഓർത്ത് നോക്കൂ. അപ്പോൾ അരുത് എന്നുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പിന്നെയും പാൽപ്പൊടിയുടെ സ്വാദ്, അല്ലെങ്കിൽ തേങ്ങാപ്പൂളിൻ്റെ സ്വാദ്, ഇല്ലേ, ശർക്കര, പഞ്ചസാര, അത് മനസ്സിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അരുതെന്ന് പറഞ്ഞാലും നമ്മൾ പോയി ചെയ്യും. അങ്ങനെയായി പിന്നെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് എടുക്കുമ്പോൾ ഒരു മടിയില്ല, ഏട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ മടിയില്ല. ആദ്യഘട്ടത്തിൽ മടി ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. പിന്നെ ഒരു മുറിബീടി എടുത്ത് വലിക്കുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കും, എന്നാലും ഉള്ളുന്നൊരു തടസ്സം ഉണ്ടാവും, മടി ഉണ്ടാവും. പക്ഷെ 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാലോ പിന്നെന്ത് മടിയാണ്? പിന്നെ അച്ഛൻ്റെ മുമ്പിൽ ഊതും, പിന്നെയല്ലേ? അങ്ങനെയാണ്. അപ്പം ആ മനസ്സാക്ഷി അന്തരംഗം നിഷേധിക്കുന്നതിനെ എതിർത്തുകൊണ്ട് പ്രവർത്തിച്ചാൽ പിന്നെ അത് എതിർക്കില്ല. പക്ഷേ അന്ധകരണം മലീമസമായി മൂടപ്പെട്ടു. ഇതാണ് സംഭവിക്കുന്നത്. വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുക. ഓരോന്നും സംഘർഷത്തെ ഉണ്ടാക്കുന്നുണ്ട്. ഏത് സംഘർഷം എന്ന് പറഞ്ഞ് ആര് വന്നാലും അയാളെ ഒന്ന് വ്യക്തിത്വത്തെ അപഗ്രഥിച്ചാൽ മനസ്സിലാവും ഇന്നലെകളിൽ അരുതെന്ന് പറഞ്ഞത് ചെയ്തിട്ടുണ്ടോന്ന്. വേറൊരാൾ പറഞ്ഞതല്ല, അച്ഛനമ്മയെ പറഞ്ഞതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് അരുതെന്ന് പറഞ്ഞത് എന്തോ പ്രേരണ കൊണ്ട്, പ്രലോഭനം കൊണ്ട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അത് തന്നെ സംഘർഷമാവുള്ളൂ, ഉറപ്പാണ്. അതിനെ മെല്ലെ അഴിച്ച് എടുത്ത് മാറ്റാൻ കഴിഞ്ഞാൽ അവരെ സ്വച്ഛമായൊരു മാനസിക ഭാവത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും.
ഇരിക്കട്ടെ. അപ്പോൾ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണം. ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ശാന്തിപൂർണമായ മനസ്സുണ്ടാവണം. അതിലൂടെ മാത്രമേ നിശ്രേയസത്തിലേക്കും ഉയരൂ. ഇങ്ങനെ അഭ്യുദയ നിശ്രേയസ സാധനമാണ് ധർമ്മം. ആ ധർമ്മത്തിന് എപ്പോഴാണോ ഗ്ലാനി സംഭവിക്കുന്നത്, ഹാനി സംഭവിക്കുന്നത്, ഹേ ഭാരത, അഭ്യുത്ഥാനം ഉദ്ഭവ അധർമ്മസ്യ. അഭ്യുത്ഥാനം ഉയർച്ച. ഒന്ന് കീഴ്പ്പെടുമ്പോൾ മറ്റത് ഉയരും, മറ്റേ കീഴ്പ്പെടുമ്പോൾ മറ്റത് ഉയരും. അങ്ങനെയാണ്. ഇവ രണ്ടും തമ്മിലുള്ളൊരു സന്തുലിത ഭാവത്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ധർമാധർമ്മങ്ങൾക്കൊരു സന്തുലിത ഭാവമുണ്ട്. അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ധർമ്മം മാത്രമായാൽ പറ്റില്ല, അധർമ്മം മാത്രമായാലും പറ്റില്ല. ധർമ്മം മാത്രമായാൽ പറ്റില്ല, നല്ലതല്ലേ എന്ന് ചിലർ ചോദിക്കും. പറ്റില്ല, മനുഷ്യലോകം നിലനിൽക്കില്ല. ഇരുട്ടും വെളിച്ചവും സുഖവും ദുഃഖവും എല്ലാം ഒരു ബാലൻസ് ഉണ്ട്, ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ആ സന്തുലിത ഭാവം നഷ്ടപ്പെടുമ്പോഴാണ് തകരാറാവുന്നത്. ചിന്തിക്കുക. ആ സമയത്ത് തഥാ ആത്മാനം സൃജാമി അഹം മായയ, മായ കൊണ്ട്, മായയെ വശീകരിച്ച്. കിമർത്ഥം, എന്തിനായിക്കൊണ്ട്? അതാണ് ചോദ്യം. എന്തിനായിക്കൊണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ വലിയ വ്യാപ്തിയുണ്ട്. കാരണം എല്ലാവരും മായയിൽ നിന്ന് മുക്തരാവാൻ ശ്രമിക്കുകയാണ്, മായാബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഭഗവാൻ പറയണെന്താ? ഞാൻ മായ വശീകരിച്ച് വെച്ചിട്ട് ജനിക്കുന്ന പറയണത്. അപ്പം എന്തിനാ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നേ? അതാണ് ഭാഷ്യകാരൻ ചോദിക്കുകയാണ്. കിമർത്ഥം, എന്തിനായിക്കൊണ്ട്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധൂനാം പരിത്രാണായ ദുഷ്കൃതാം വിനാശായ ധർമ്മസംസ്ഥാപനാർത്ഥായ ച യുഗേ യുഗേ അഹം സംഭവാമി. യുഗേ യുഗേ, പ്രതിയുഗം, എപ്പോഴും. അപ്പം യുഗേ യുഗേ എന്നുള്ളതിനെ കഴിഞ്ഞ ശ്ലോകവുമായി ബന്ധിപ്പിക്കണം, അല്ലാണ്ട് അർത്ഥം കിട്ടില്ല. യുഗേ യുഗേ എന്ന പദത്തെ അതേപടി എടുത്താൽ പ്രതിയുഗം എന്നാണ് അർത്ഥം പറയേണ്ടത്. അപ്പം നമുക്ക് സംശയം വരും, യുഗത്തിൽ ഒരവതാരം എന്നോ മറ്റോ കണക്കുണ്ടോ? ദിനംതോറും ഞാൻ വരും എന്ന് പറഞ്ഞാൽ ദിവസം ദിവസം ഞാൻ വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ദിവസത്തിൽ പല പ്രാവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ പ്രതിയുഗം എന്നല്ലേ അർത്ഥം എന്ന് സംശയം വരും. അപ്പോൾ ഒരു സാമാന്യ നിയമമാണ്, ഒരു ആശയത്തെ പ്രവാഹമായിട്ട് പറയുന്ന സമയത്ത് ആദ്യം പറഞ്ഞതിൽ നിന്ന് എടുക്കണം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ യഥാ യഥാ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെപ്പോൾ. അപ്പോൾ അങ്ങനെ പ്രതിയുഗം എന്നൊരു കണക്കുമില്ല, അതിനെ ഇതുമായിട്ട് ബന്ധിപ്പിക്കണം. ഓരോ യുഗത്തിലും എപ്പോഴെപ്പോൾ അധർമ്മത്തിന് വൃദ്ധി വരുമോ, എപ്പോഴെപ്പോൾ ധർമ്മത്തിന് ഗ്ലാനി വരുമോ, അപ്പോഴൊക്കെ അങ്ങനെ എടുക്കണം. വ്യവസ്ഥയ്ക്കുള്ളിൽ വ്യവസ്ഥയെ പുനഃ ക്രമീകരിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം മുൻ ശ്ലോകത്തിൽ 7-ാം ശ്ലോകവുമായി ബന്ധിപ്പിക്കാതെ യുഗേ യുഗേ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞാൽ തെറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യക്തമാണല്ലോ? അപ്പോൾ എപ്പോഴെപ്പോൾ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമോ, അധർമ്മത്തിന് വൃദ്ധി സംഭവിക്കുമോ, അപ്പോഴപ്പോൾ യുഗത്തിൽ പ്രതിയുഗം. സാധൂനാം പരിത്രാണായ, സാധുക്കളുടെ പരിത്രാണത്തിനായിക്കൊണ്ട്, എല്ലാ പ്രകാരത്തിലുമുള്ള രക്ഷണത്തിനായിക്കൊണ്ട്, പരിരക്ഷണത്തിനായിക്കൊണ്ട്. ആരാണ് സാധു? ശ്രേഷ്ഠൻ ഒറ്റ വാക്ക് പറയാം. സാധുവെ നമുക്ക് ഒറ്റ വാക്കിൽ ശ്രേഷ്ഠനെന്ന് പറയാം. ഇവിടെ ഭാഷ്യകാരൻ സന്മാർഗസ്ഥന്മാരെന്നാണ് പറയുന്നത്. സന്മാർഗസ്ഥന്മാരാണ് സാധുക്കൾ, ശ്രേഷ്ഠന്മാർ. ഏറ്റവും ശുദ്ധമായ അർത്ഥമാണ് ഭാഷ്യകാരൻ പറയുന്നത്, സന്മാർഗസ്ഥന്മാർ.
ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് സാധുക്കൾ. ശ്രേഷ്ഠമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ അർത്ഥം അവനവൻ്റെ ധർമാചാരം പാലിക്കുന്നവരാരോ അവരാണ് സാധുക്കൾ. അപ്പോൾ വിദ്യാർത്ഥി നല്ലപോലെ പഠിച്ചാൽ അയാൾ സാധു, ഇല്ലെങ്കിൽ അസാധു. ഗൃഹസ്ഥൻ ഗൃഹസ്ഥധർമ്മങ്ങളെ ചെയ്താൽ സാധു, അല്ലെങ്കിൽ അസാധു. വാനപ്രസ്ഥൻ വാനപ്രസ്ഥധർമ്മത്തെ ചെയ്താൽ സാധു, അല്ലെങ്കിൽ അസാധു. ഓരോ സന്ദർഭത്തിലും സാധുവുണ്ട്. ഓരോ ആശ്രമത്തെ സംബന്ധിച്ചും സാധു പറയാം. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശബ്ദമാണ് സാധു. ഉത്തരഭാരതത്തിൽ മധ്യഭാരതത്തിലൊക്കെ പോയി സാധു എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ് പറയുക. സാധുക്കൾ, സന്യാസിമാർ. മലയാളത്തിൽ സാധു എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവനാണ്. ഒന്നിനും കൊള്ളാത്തവൻ, വായി കൈയിട്ടാൽ കടിക്കില്ല, സാധുവാണ്, ഇല്ലേ? അതെ, അങ്ങനെയൊക്കെയാണ് പറയുക. നല്ല സാധു പ്രകൃതാവേണ്ടത്. ഇത് വായി കൈയിട്ടാൽ കടിക്കില്ല, നല്ല സാധുവാണ്. ഒന്നിനും കൊള്ളാത്തവനാണ് അവൻ. സാധു അല്ല, അസാധുവാണ്. സാധു പറഞ്ഞാൽ അവനവൻ്റെ ആശ്രമ മര്യാദ പാലിക്കുന്നവനാണ് സാധു. സാധു ശബ്ദം ശാസ്ത്രത്തിൽ വളരെ നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സന്യാസി എന്നും പറയണ്ട, ഒന്നിനും കൊള്ളാത്തതെന്നും പറയണ്ട. അവനവൻ്റെ ആശ്രമ മര്യാദകളെ പാലിക്കുന്നവനാണ് സാധു. അതാണ് ഇവിടെ ഭാഷ്യകാരൻ സന്മാർഗസ്ഥന്മാരെന്ന് പറഞ്ഞത്. അപ്പോൾ സാധുക്കളുടെ പരിരക്ഷണത്തിനായിക്കൊണ്ടും ദുഷ്കൃതം വിനാശായ, ദുഷ്കൃതന്മാരുടെ നിഷിദ്ധങ്ങളായിരിക്കുന്ന വികർമ്മങ്ങളെ ചെയ്തു കൂട്ടുന്നവരാണ്, അകാര്യങ്ങളെ ചെയ്യുന്നവർ. അകാര്യങ്ങളെ ചെയ്യുന്നവർ, ചെയ്യരുതാത്തത് ചെയ്യുന്നവർ, വികർമ്മങ്ങളെ ചെയ്യുന്നവർ. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നെന്ന് പറയരുത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണോ? അകാര്യമല്ലേ? അല്ലേ? എന്താ അഭിപ്രായം? ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ല, ചെയ്യാൻ പാടില്ലാത്തത് അകാര്യമാണ്, കാര്യമല്ല. ശബ്ദം, ഭാഷ എപ്പോഴും ശരിയായി ഉപയോഗിക്കണം. അപ്പോൾ വികർമ്മങ്ങളെ ചെയ്തു കൂട്ടുന്നവർ, അങ്ങനെയുള്ളവരുടെ വിനാശായ. ഇവിടെ സംശയം വരാം, നല്ലൊരു ഭരണാധികാരി ഉണ്ടായാൽ ഈ രണ്ടും നടക്കില്ലേ? ഇതിന് ഭഗവാൻ വരേണ്ട വല്ല ആവശ്യമുണ്ടോ? വേണ്ടാത്ത പരിപാടി. നല്ലൊരു ഭരണാധികാരി ഉണ്ടായാൽ പോരാ, പരിത്രാണായ സാധൂനാം ദുഷ്കൃതാം വിനാശായ, ഇത് രണ്ടും ചെയ്യാൻ നല്ല ഭരണാധികാരി ഉണ്ടായാൽ മതി. അപ്പോഴാണ് മുഖ്യമായ ഉദ്ദേശ്യം പറയുന്നത്, ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ സമ്യക് സ്ഥാപിക്കുന്നതിനായിക്കൊണ്ട്. ഇതാണ് മുഖ്യ ലക്ഷ്യം. നേരത്തെ സൂചിപ്പിച്ചു, ധർമാധർമ്മങ്ങളുടെ വൈപരീത്യം വരുമ്പോൾ അതിനെ ക്രമീകരിക്കുന്ന, അതാണ് ധർമ്മ സംസ്ഥാപനം. ധർമ്മവ്യവസ്ഥയെ സമ്യക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും. ഏതൊരു വ്യവസ്ഥയും മുന്നോട്ട് പോകുമ്പോൾ അതിൽ തകരാറുകൾ വരും, ഏത് വ്യവസ്ഥയും. അപ്പോൾ ഒരു വ്യവസ്ഥ, ധർമ്മസ്യ പ്രഭുരച്യുത എന്ന് നേരത്തെ പറഞ്ഞു. ഈശ്വരനാണ് ധർമ്മത്തിൻ്റെ പ്രഭു. അപ്പോൾ പ്രഭു വ്യവസ്ഥ ഉണ്ടാക്കി, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? താറുമാറാവും. നമ്മൾ വാഹനങ്ങളൊക്കെ സർവീസ് ചെയ്ത് ഒക്കെ ടൈറ്റ്, നട്ടും ബോൾട്ടൊക്കെ ടൈറ്റാക്കി, എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ശരിയാക്കി ഒരു കുറച്ച് ഓടിക്കുമ്പോഴത്തേക്ക് എന്തായി? വീണ്ടും ലൂസാണ്. അതുപോലെയാണ് വീട്ടിലായാലും ആശ്രമത്തിലായാലും എവിടെയായാലും ഉണ്ടാവും. കുറച്ച് ദിവസമൊക്കെ മര്യാദയ്ക്ക് പോകും. ദിവസം ജപത്തിന് വരണം കേട്ടോ, കീർത്തനത്തിന് വരണം. 2 ദിവസം ജപത്തോട് ജപം, കീർത്തനത്തോട് കീർത്തനം. 3-ാമത്തെ ദിവസം ആളെവിടെ? ആളെ കാണാനേ ഇല്ല. ദിവസം ഹോമം ചെയ്യണം കേട്ടോ, 3 ദിവസം ഹോമം ഉണ്ടാവും. 4-ാമത്തെ ദിവസം ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് സ്വാമി, ഭക്ഷണം കഴിക്കേണ്ടത് കൃത്യമായിട്ട്, അത് തന്നെ ഹോമം. അങ്ങനെ സംഭവിക്കും, എവിടെ അങ്ങനെയാണ്.
ഒരു സമൂഹ വ്യവസ്ഥയാണോ, അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് പുനഃക്രമീകരിക്കണം. അതാണ് സംസ്ഥാപനം. എല്ലാം തട്ടിമുട്ടി ശരിയാക്കി വയ്ക്കുക. 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും തകരാറാവും, പിന്നെയും തട്ടിമുട്ടുക, പിന്നെയും തട്ടിമുട്ടുക. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ധർമ്മ സംസ്ഥാപനം, ധർമ്മവ്യവസ്ഥയുടെ സമ്യക് സ്ഥാപനം. ഇതാണ് മുഖ്യ ഉദ്ദേശ്യം. ഇതിനായിക്കൊണ്ട് ഞാൻ സംഭവിക്കുന്നു. അപ്പോൾ ധർമ്മ സംസ്ഥാപനം എന്നുള്ളത് 7-ാം ശ്ലോകത്തിൻ്റെ തുടർച്ചയാണെന്ന് മനസ്സിലാക്കണം. അഭ്യുത്ഥാനം അധർമ്മസ്യ ധർമ്മസ്യ ഗ്ലാനിഹീച്ച എന്ന് പറഞ്ഞു. അതിനെ പുനഃ ക്രമീകരിക്കുന്നു. അതിനായിക്കൊണ്ട് ഞാൻ വരുന്നു. ഈ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രൂപത്തിൽ ഭാവത്തിൽ വരുന്നെന്നും ആരും വിചാരിക്കരുത്. മഞ്ഞ പട്ടുടുത്ത് വരും, അത് പീലി ചൂടി വരും എന്നൊന്നും വിചാരിക്കരുത്. വ്യവസ്ഥയെ പുനഃ ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ നിലനിന്നാൽ മാത്രമേ ധർമ്മവ്യവസ്ഥ മുന്നോട്ട് നീങ്ങൂ. ആ ഒരു പുനഃക്രമീകരണം എല്ലാവരിലും സാധിക്കണം കേട്ടോ. ഓരോ വീട്ടിലും ഉണ്ടാവണം, ഓരോ പ്രസ്ഥാനത്തിലും ഉണ്ടാവണം, ഓരോ വ്യക്തിയിലുണ്ടാവണം. എന്നാൽ മാത്രമേ ദൗത്യ നിർവഹണം വ്യക്തിക്ക് സാധിക്കൂ, സമാജത്തിന് സാധിക്കൂ. അതത് കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയണം. ഓരോ സന്ദർഭത്തിലും ഇന്നലത്തെ ധർമാചരണം ആവില്ല ഇന്ന് വേണ്ടത്, ഇന്ന് വേണ്ടതാവില്ല നാളെ വേണ്ടത്. അങ്ങനെ കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച്. ഒരു ദേശത്തുള്ളതാവില്ല വേറെ ദേശത്ത്, എല്ലാ ദേശത്തും ഒരേ ആചരണം, അങ്ങനെയില്ല. അപ്പോൾ ദേശകാല ഭേദമനുസരിച്ച് മനസ്സിലാക്കി സ്വയം ആചരിക്കുന്ന വ്യക്തി സമാജത്തിൽ ആ വ്യവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നു. വളരെ ഗഹനമാണ് ഈ വിഷയം. ചിന്തിക്കുക. നോക്കൂ, പരിത്രാണായ പരിരക്ഷണായ സാധൂനാം സന്മാർഗസ്ഥാനാം വിനാശായ ച ദുഷ്കൃതാം പാപകാരിണാം കിഞ്ച ധർമ്മസംസ്ഥാപനാർത്ഥായ ധർമ്മസ്യ സമ്യക് സ്ഥാപനം തദർത്ഥം സംഭവാമി യുഗേ യുഗേ പ്രതിയുഗം. അപ്പോൾ ലളിതമാണ്. പരിത്രാണായ പരിരക്ഷണായ. ആരുടെ? സാധൂനാം, സാധുക്കളുടെ. സന്മാർഗസ്ഥാനാം, സന്മാർഗസ്ഥന്മാർ, സജ്ജനങ്ങൾ അനുമോദിക്കുന്ന അഥവാ സജ്ജനങ്ങൾ കാണിക്കുന്ന, അതുമല്ലെങ്കിൽ സത്തായ മാർഗത്തിൽ ചരിക്കുന്നവർ. അവിടെ സത്ത് ശബ്ദത്തിന് സാധു എന്നുള്ള ശബ്ദം എടുക്കാം. അതാണ് ശ്രേഷ്ഠം എന്നുള്ള അർത്ഥം. അപ്പോൾ സാധുക്കളുടെ മാർഗത്തിൽ ചരിക്കുക, ശ്രേഷ്ഠമായ മാർഗത്തിൽ ചരിക്കുക. അതെന്താ? അത് ധർമാചരണമാണ്, മാർഗം എന്നുള്ള രീതിയിൽ. വിനാശായ ച ദുഷ്കൃതം പാപകാരിണം, പാപകാരികളുടെ. അപ്പോൾ ഈ പുണ്യം പാപം ഇതൊക്കെ ആപേക്ഷികമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും ഇത്രയും നമുക്ക് പറയാം, മനസ്സാക്ഷിയുടെ അന്ധക്കരണത്തിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് പാപമാണെന്ന് പറയാം. അത് കൂടുതൽ മലീമസമാക്കും. ദുഷ്കൃതം, കൃതം ചെയ്യപ്പെട്ടത്, ദുഷ് ദുര് പാപകാരിയാണ്. അതാണല്ലോ കർത്താവിനെയാണ് ദുഷ്കൃതാം സാധൂനാം, ഷഷ്ഠി ബഹുവചനം, സാധുജനങ്ങളുടെ, ദുഷ്കൃതന്മാരുടെ. ദുഷ്കൃതൻ എന്ന് പറഞ്ഞാൽ ദുഷിച്ച കർമ്മം ചെയ്യുന്നവൻ ആരോ അവൻ ദുഷ്കൃത, തേഷാം ദുഷ്കൃതാം. വിനാശായ, അതെപ്പോഴാണ്? ഒരു മനുഷ്യൻ സന്മാർഗസ്ഥനാകുമ്പോൾ അവൻ്റെ ദുഷ്കൃതൻ എന്നുള്ള ഭാവം പോയി. ദുഷ്കൃതന്മാരെ കൊല്ലുക എന്നൊന്നും അർത്ഥം മനസ്സിലാക്കണ്ട. അതും ആവാൻ വേണ്ടി വന്നാൽ വേറൊരു വഴിയില്ലാച്ചാൽ പിന്നെ അതേ ഉള്ളൂ.
അയാളിൽ നിന്ന് ആ ദുഷ്കർമ്മ നിരത ഭാവം എടുത്തു മാറ്റിപ്പെട്ടാൽ അവൻ പിന്നെ ദുഷ്കൃതനല്ല. സാധുരേവസ മന്തവ്യ, അവൻ പിന്നെ സാധുവായി, ശ്രേഷ്ഠനായി. അപിചേത്സു ദുരാചാരോ, ഇന്നലെ വരെ അത്യന്ത ദുരാചാരനായിരുന്നാലും ആ ഭാവം മാറിക്കഴിഞ്ഞാൽ അവൻ ദുഷ്കൃതനല്ല, പിന്നെ ദുരാചാരനായിരുന്നു എന്ന് പറയരുത്, പിന്നെ ആരും പറയില്ല, പിന്നെ അവനെ ശ്രേഷ്ഠനായിട്ടാണ് മാനിക്കുക. അപ്പോൾ കൊല്ലുക എന്നുള്ള അർത്ഥമൊന്നും എടുക്കണ്ട, വേണ്ടി വന്നാൽ അതും ചെയ്യേണ്ടി വരും. ആദ്യം സാധ്യത കൊടുക്കും. അത് ഈ പ്രപഞ്ച താളത്തിൻ്റെ ഒരു പുനഃക്രമീകരണമാണ്. താളം വീണ്ടെടുക്കുകയാണ്. അതിന് സമഷ്ടിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും രൂപഭാവങ്ങളിൽ ശക്തിയുടെ ആവിർഭാവം ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് ഒരു സമഷ്ടിയുടെ ദൃഷ്ടിയിൽ വളരെയധികം പേർക്ക് ക്ലേശമുണ്ടാക്കിക്കൊണ്ടേ പുനഃക്രമീകരണങ്ങൾ പലപ്പോഴും സാധിക്കൂ. ക്ലേശമുണ്ടാക്കാതെ സാധിക്കില്ല. ഒരു വ്യവസ്ഥ താറുമാറായി അതിനെ പുനഃക്രമീകരിക്കണമെങ്കിൽ വളരെ ക്ലേശം കൊടുത്തും കൊണ്ടേ സാധിക്കൂ, അല്ലാണ്ട് സാധിക്കില്ല. ചിലപ്പോൾ ഭൂകമ്പങ്ങൾ വേണ്ടി വരും, ചിലപ്പോൾ കൊടുങ്കാറ്റുകൾ വേണ്ടി വരും, ചിലപ്പോൾ പേമാരികൾ വേണ്ടി വരും. അത് ഏത് രീതിയിലാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പുനഃക്രമീകരണമാവും. മഹാഭാരത യുദ്ധം തന്നെ എടുത്തു നോക്കൂ. എത്ര ലക്ഷം പേര് കൊല്ലപ്പെട്ടു, എത്ര ലക്ഷം പേര്. അതിലേക്ക് എത്തിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഇത്രയേ ഉള്ളൂ, നിവൃത്തിയില്ല. ഇങ്ങനെ ധർമ്മസംസ്ഥാപനാർത്ഥായ ധർമ്മസ്യ സമ്യക് സ്ഥാപനം ധർമ്മസംസ്ഥാപനം. ധർമ്മത്തിൻ്റെ വ്യവസ്ഥയുടെ പ്രപഞ്ച താളത്തിൻ്റെ സമ്യക്കായ സ്ഥാപനം, ശരിയായ സ്ഥാപനം. അതിൽ ഇളക്കം വന്നപ്പോഴാണല്ലോ അത് മാറ്റി വീണ്ടും ക്രമീകരിച്ച് വയ്ക്കുക. അതിനെന്താ അടിസ്ഥാനം? ധർമ്മത്തിൻ്റെ മൂലം വേദമാണ്. ധർമ്മമൂലം വേദമാണ്. അപ്പോൾ വേദത്തെ ശരിയായ അറിവിനെ പ്രസരിപ്പിക്കുക എന്നുള്ളതാണ് ധർമ്മസംസ്ഥാപന മാർഗം. ഗീതോപദേശം തന്നെ അതിനുള്ളതാണ്, ധർമ്മസംസ്ഥാപനമാണ്. ഇപ്പം ധർമ്മസംസ്ഥാപനാർത്ഥായ എന്ന് പറയുമ്പോൾ ഒരു ജഗത് ഗുരുവിൻ്റെ ഭാവം അവിടെ എടുത്ത് കാണിക്കപ്പെടുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചിന്തിക്കുക. ധർമ്മമൂലം വേദമാണെന്ന് ഓർമ്മിച്ചാൽ മതി. ആചരണങ്ങളുടെ മുഴുവൻ അടിത്തറ അറിവാണെന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ അറിവിൻ്റെ പ്രസരണത്തിലൂടെ മാത്രമേ ധർമ്മസംസ്ഥാപനം സാധിക്കൂ. ഇങ്ങനെ ഇതാണ് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി, ഞാൻ ഭവിക്കുന്നു, പ്രതിയുഗം, എപ്പോഴെപ്പോഴോ ആ രൂപത്തിൽ ആ ഭാവത്തിൽ ഒക്കെ എന്നർത്ഥം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും മാനുഷാകാരത്തിൽ വരുന്നു എന്നൊന്നും പ്രതീക്ഷിച്ചേക്കരുത്. എന്താണോ ധർമ്മവ്യവസ്ഥയുടെ പുനഃക്രമീകരണത്തിന് വേണ്ടത് ആ വിധത്തിൽപ്പെട്ട ശക്തിവിശേഷങ്ങളായിട്ട്. തദ്ച്ച് അതാകട്ടെ ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन.
ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യഹ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനഃ ജന്മ ന ഏതി മാം ഏതി സഹ അർജുന. ഹേ അർജുന, അല്ലേ അർജുന, ഏറെക്കുറെ എല്ലാ ശ്ലോകങ്ങളിലും പേര് വിളിച്ചുകൊണ്ടാണ്, ശ്രദ്ധ ആകർഷിക്കാനാണ്. ചില ശ്ലോകങ്ങളിൽ ഒന്നിലധികം പ്രാവശ്യം വിളിക്കുന്നുണ്ട്. അല്ലേ? ചിലപ്പോൾ പുട്ടൊക്കെ ആയിരിക്കും രാവിലെ, അപ്പോൾ ചെറിയൊരു മയക്കത്തിലേക്ക് ഇങ്ങനെ പോവും. അപ്പോൾ വിളിക്കണം, അർജുന നീ എന്താടാ ഉറങ്ങാനാ വന്നിരിക്കണത്? എന്താ നീ വിചാരിച്ച്? അപ്പോൾ ശ്രദ്ധിച്ചോ, ശരി ഞാൻ ഉറങ്ങാം. അതിനെ ഇടയ്ക്കിടയ്ക്ക് പേര് വിളിക്കണം. അതിനാ, വേറെന്തിനാ? മറ്റ് അർജുന എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് അർജുനാന്ന്, ഭഗവാനാന്ന് അർജുനൻ പറഞ്ഞിട്ട് പിന്നെ അന്യോന്യം പേര് വിളിക്കണോ? അത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണത് അതിനാണ്. അറിയാണ്ട് ശ്രദ്ധ പോയാൽ, ഉറക്കം തോന്നിപ്പോയാലൊക്കെ അപ്പം ഒന്ന് പേര് വിളിക്കുക. അപ്പോൾ ശരി, എന്താ എന്നെ വിളിച്ചു? വിളിച്ചു, നിന്നെ തന്നെയാണ് വിളിച്ചത്. എന്തിനാ വിളിച്ചത്? നീ എന്തിനാ ഇവിടെ വന്നിരിക്കണേ? ഇത് കേൾക്കാനല്ലേ? എന്നാ കേൾക്ക്. ഹേ അർജുന, മേ ജന്മ കർമ്മച്ച, എൻ്റെ ജന്മത്തെയും കർമ്മത്തെയും, എൻ്റെ ജന്മത്തെയും കർമ്മത്തെയും, എങ്ങനെയുള്ള ദിവ്യം, ദിവ്യമായ ജന്മത്തെയും ദിവ്യമായ കർമ്മത്തെയും. അതെന്താ ദിവ്യത? എല്ലാവരും മായാബദ്ധരായി പരവശന്മാരായി ജനിച്ചു മരിക്കുമ്പോൾ ഭഗവാൻ മായയെ സ്വാധീനിച്ച് സ്വയം സ്വീകരിച്ച് ജനിച്ചവനെ പോലെ മരിച്ചവനെ പോലെ അഭിനയിക്കുക. അത് തന്നെ ഈ ജനിച്ചവനെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ചിലർക്ക് വിരോധമാവും കിട്ടുമോ? ഇല്ലേ? അതെ, ഇവിടെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 99-ലാണ്, 99. അപ്പോൾ ഇവിടുന്ന് ശങ്കരഭാഷ്യത്തിൻ്റെ വ്യാഖ്യാനം തുടങ്ങിയത്. നാണക്കേടാണ് പറയാൻ തന്നെ, ഇതുവരെ 10 ബുക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. 70 ബുക്ക് ഇറങ്ങേണ്ട സമയമായി. ഇരിക്കട്ടെ. അപ്പോൾ അത് ഇവിടുന്ന് ആ പുസ്തകം വളരെ താല്പര്യത്തോടു കൂടി ചിദാനന്ദപുരസ്വാമി അതിന് വ്യാഖ്യാനം എഴുതുന്നുണ്ട്, വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ബുക്ക് ചെയ്തു. അപ്പോൾ ബുക്ക് ഇറങ്ങിയപ്പോൾ അയാൾക്ക് കൊണ്ടുകൊടുത്തു. അയാളൊരു സപ്താഹ ആചാര്യനാണ്, ഭാഗവത സപ്താഹത്തിൻ്റെ ആളാണ്, വലിയൊരു ഭക്തനാണ്. അപ്പോൾ ഇയാൾക്ക് നമ്മൾ ഇവിടുന്ന് ഒരാൾ കൊണ്ടുകൊടുത്തു. കൊണ്ടുകൊടുത്ത ആളിപ്പോൾ ഹാളിലുണ്ട്, ഇവിടെ ഉണ്ട്, ഈ ഹാളിലുണ്ട്. ഇയാളൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിൽ ശ്രീകൃഷ്ണൻ്റെ അവതാരം പറഞ്ഞെടുത്ത് ശങ്കരാചാര്യ സ്വാമി ജാത ഇവ ലോകാനുഗ്രഹം കുർവൻ ഇവ ലക്ഷ്യതയെന്നുണ്ട്. അപ്പം അതിൽ ജനിച്ചവനെ പോലെ, എന്ത് ശ്രീകൃഷ്ണൻ ജനിച്ചവനെ പോലെ ആയിരിക്കുന്നു എന്നാണ് ഒരൊറ്റയേറാ പുസ്തകം. ഇനി മേലിൽ ഈ പുസ്തകം കൊണ്ട് ഈ ഭാഗത്തേക്ക് വരരുത്. ചിദാനന്ദപുരസ്വാമിക്ക് അത്ര സംശയമാണോ കൃഷ്ണൻ ജനിച്ചു എന്നുള്ളത്? കൃഷ്ണൻ ജനിച്ചിട്ടുണ്ട്, കൃഷ്ണനേ ഉള്ളൂ ദൈവമായിട്ട്, വേറൊരുത്തനുമില്ല എന്നത് കൃഷ്ണൻ ജനിച്ചു തന്നെ അവന്മാർക്ക് കുറച്ച് സംശയമാണ്. ഇത് ചിദാനന്ദപുരസ്വാമി എഴുതിയതല്ല, ശങ്കരാചാര്യ. എന്നാൽ പിന്നെ ശങ്കരാചാര്യരും വേണ്ടതാണ്. ഇത് ജാത ഇവാന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ശങ്കരാചാര്യരും വേണ്ട. കാരണം ജനിച്ചുന്നേ, ശ്രീകൃഷ്ണൻ ജനിച്ചു, അതിലെന്താ സംശയം? ഈ കണ്ട ലോകാനുഗ്രഹമൊക്കെ ചെയ്തു. ഇതിൽ അദ്വൈതികൾക്ക് എത്ര സംശയം വേണോ? എന്താ ചെയ്യുക? അത് വളരെ ചൂടായി. പിന്നെ ഒരു 5-6 കൊല്ലം കണ്ടിട്ടില്ല, പിന്നെ കാണാൻ തുടങ്ങി. പിന്നെ വീണ്ടും വരികയും ലോഹ്യം പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയൊരു അറിയപ്പെടുന്ന സപ്താഹാചാര്യനാണ്. അത്ര പോലും സഹിക്കില്ല ജാത ഇവ എന്ന് പറഞ്ഞപ്പോൾ. ജാതഹ ഏവ എന്ന് പറഞ്ഞാൽ സന്തോഷമായി, ഇവ എന്നുള്ളതിന് പകരം ഏവ എന്ന് പറഞ്ഞാൽ സന്തോഷമായി. എന്നാത് അഷ്ടമി രോഹിണിയുടെ അന്ന്, രോഹിണിയും അഷ്ടമിയും ചേർന്നന്ന് എവിടെ? കംസൻ്റെ കാരാഗൃഹത്തിൽ, അവിടെ ജനിച്ചത്. അതൊക്കെ പറഞ്ഞ് 2 ചമൽക്കാരൊക്കെ പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ കരഞ്ഞു, അതായി മറ്റേതായി, കരഞ്ഞിട്ടില്ല, കരഞ്ഞാൽ മറ്റവരെ ഉണരില്ല, അതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ അപ്പുറത്ത് പോയി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമായി. കോട്ടേൻ്റെ മുകളിലെടുത്ത് കൊണ്ടുപോയി നദി അങ്ങോട്ട് മാറിക്കൊടുത്തു. അസല് ചിദാനന്ദപുരസ്വാമിയെ പോലൊരു ഭക്തൻ നാട്ടിലില്ല കേട്ടോ. ഇവ പറഞ്ഞാൽ പ്രശ്നമായി. ഭാഷകാരനാണെച്ചാൽ എപ്പോട്ടെ ഇവ തന്നെയാണ്.
ശരി. അപ്പോൾ ദിവ്യം, അത് പറയാനാ ദിവ്യം എന്ന് പറഞ്ഞത്. മായയെ വശീകരിച്ച് ലോകസാമാന്യമായ രീതിയിലല്ല, ദിവ്യമായ അഭൗമമായ. ആ വ്യത്യാസം നേരത്തെയും പറഞ്ഞു. താന്യഹം വേദ സർവാണി, അത് തന്നെ ദിവ്യം. ഞാൻ അവയെ എല്ലാം അറിയുന്നു, നീ ഒന്നും അറിയണില്ല എന്ന് പറഞ്ഞില്ലേ, അറിയുന്നു എന്നുള്ളത് തന്നെയാണ് ദിവ്യം. മേ ദിവ്യം ജന്മ കർമ്മച്ച, എൻ്റെ ദിവ്യമായ ജന്മത്തെയും കർമ്മത്തെയും ഏവം ഇപ്രകാരം, ഞാൻ പറഞ്ഞോണം മനസ്സിലാക്കണം കേട്ടോ, തോന്നിയോണമല്ല, അതാണ് ഏവം. യഹ വേത്തി, യാതൊരാൾ അറിയുന്നുവോ. എന്താണ്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത ഇത്യാദി 2 ശ്ലോകങ്ങളിൽ പറഞ്ഞ പ്രകാരം എന്തിന് ഭഗവാൻ ജനിക്കുന്നു, എന്തെന്ത് കർമ്മങ്ങളെ ചെയ്യുന്നു. എന്താ കർമ്മങ്ങൾ? ധർമ്മ സംസ്ഥാപനാർത്ഥായ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം. ഇതാണ്. ഇങ്ങനെ കർമ്മത്തെയും ജന്മത്തെയും ദിവ്യമായ അഭൗമമായ ഇതിനെ ആരറിയുന്നുവോ, എന്താ അയാളുടെ ഫലം? ദേഹം ത്യക്ത്വ, ശരീരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുനർജന്മ ന ഏതി, പിന്നെ പുനർജനിക്കേണ്ടി വരുന്നില്ല. അവിടെ ദേഹതാതാത്മ്യത്തിനപ്പുറത്തേക്ക് അവരുയരും. ദേഹതാതാത്മ്യ ഭ്രമമുള്ള കാലത്തോളം പുനർജനിച്ചേ മതിയാവും. കാരണം അവിടെ കർമ്മം ശേഷിക്കുന്നുണ്ട്. ദേഹതാതാത്മ്യം വിട്ടാൽ പിന്നെ എവിടെ കർമ്മം ശേഷിക്കുന്ന? അവിടെ ഈ മമത്വങ്ങൾക്ക് കൊളുത്താനുള്ള ആസ്പദമില്ല. മമത്വങ്ങൾക്ക് കൊളുത്താനുള്ള ആസ്പദം ഉണ്ടെങ്കിൽ മാത്രമല്ലേ കർമ്മ സംസ്കാരങ്ങളും വാസനകളും ഒക്കെ ആ വ്യക്തിയിലുള്ളൂ, ആ വ്യക്തിയെ സംബന്ധിച്ചുള്ളൂ. അതെല്ലാം പോയി. അതുകൊണ്ട് ന ഏതി ജന്മ, പിന്നെ ജനിക്കുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കും? മാം ഏതി, എന്നെ പ്രാപിക്കും. എന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂർണ്ണ ആത്മഭാവത്തെ പ്രാപിക്കും. നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമാണ് ഞാൻ എന്ന് നേരത്തെ പറഞ്ഞു. ആ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമാണ് താനെന്ന ബോധത്തിലേക്ക് അയാൾ ഉയരും. അപ്പോൾ പരിമിതമായ അഹങ്കാരമമത്വങ്ങളില്ല. പരിമിതമായ അഹങ്കാരമമത്വങ്ങളില്ല വെച്ചാൽ ജന്മോ ഇല്ല. ചിന്തിക്കുക. ഇത് ഈ മാം ഏതി എന്നുള്ളത് സൂക്ഷ്മമായി മനസ്സിലാക്കണം. മാം ഏതി, എന്നെ പ്രാപിക്കുന്നു. എന്താ എന്നെ പ്രാപിക്കുന്നു? വൈകുണ്ഠത്ത് പോയിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഗോലോകത്തിൽ പോയിട്ട് രാധാകൃഷ്ണന്മാരെ അടുത്ത് എന്നൊന്നും പറഞ്ഞേക്കരുത്. മറിച്ച് എൻ്റെ സ്വഭാവം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണെന്ന് പറഞ്ഞു. ഈ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ് താൻ എന്ന ബോധത്തിലേക്ക് ഉയരുന്നു. ഏത് നിമിഷം ആ ബോധം വന്നോ ആ നിമിഷം അത് തന്നെ. ആചാര്യരുടെ അടുത്ത് പറയുന്നു, ഞാൻ രാധേയൻ എന്ന അറിവോടുകൂടി കഴിഞ്ഞ ആള് ഏത് നിമിഷം ഞാൻ കൗന്ദയൻ എന്നറിഞ്ഞോ ആ നിമിഷം കൗന്ദയനായി. അപ്പം അതിനു മുമ്പും കൗന്ദയനായിരുന്നു. കൗന്ദയനായിരുന്നെങ്കിലും കൗന്ദയനായെന്ന് അറിഞ്ഞില്ല, രാധേയനാണെന്നറിഞ്ഞു. ഇപ്പോൾ അറിഞ്ഞു എന്ത്? ഞാൻ കൗന്ദയനാണ്. ഇനി രാധേയനാണോ? ഇനി രാധേയനായിട്ട് ലോകത്തിൽ ജീവിക്കുമ്പോഴും ഉള്ളിലറിയും ഞാൻ കൗന്ദയനാണ്. മാം ഏതി, എന്നെ പ്രാപിക്കുന്നു. അവിടെ പരിമിതികളെല്ലാം കൊഴിഞ്ഞു പോയി. അപരിമിത സ്വരൂപമാണ് താനെന്നറിഞ്ഞു. ചിന്തിക്കുക. നോക്കൂ, ജന്മ മായാരൂപം
കർമ്മ ച സാധുപരിത്രാണാദി മേ മമ ദിവ്യം അപ്രാകൃതം ഐശ്വര്യം ഏവം യഥോക്തം യഹ വേത്തി തത്വതഃ തത്വേന യഥാവത് त्यक्त्वा देहम इमं पुनर्जन्म पुनरुत्पत्तिं न एति न प्राप्नोति माम एति आगच्छति सह मुच्यते हे अर्जुन जन्म मायारूपम कर्म च साधुपरित्राणादि मे मम दिव्यम अप्राकृतम ऐश्वर्यम एवं यथोक्तम यह वेत्ति तत्वतः तत्वेन यथावत् त्यक्त्वा देहम इमं पुनर्जन्म पुनरुत्पत्तिं न एति न प्राप्नोति माम एति आगच्छति सह मुच्यते ഹേ അർജുന. അപ്പോൾ എൻ്റെ ജന്മത്തെയും കർമ്മത്തെയും, ജന്മത്തെ എന്നുള്ളതിന് ഭാഷ്യകാരൻ പറയുകയാണ് മായാരൂപം. ഏതാ മായാരൂപം? സംഭവാമി ആത്മമായയാ എന്ന് പറഞ്ഞു 6-ാം ശ്ലോകത്തിൽ. അത് മുഴുവൻ ഓർമ്മിക്കണം. 6-ാം ശ്ലോകത്തിൽ പറഞ്ഞതായ ജന്മത്തെ, മായാരൂപമായ ജന്മത്തെ, മായയെ സ്വയമേവ സ്വീകരിച്ച് മായികമായ ഭാവത്തിൽ ഞാൻ ആവിർഭവിക്കുന്നതിനെ, പിന്നെ കർമ്മച്ച സാധുപരിത്രാണാദി, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ, അതാണ് കർമ്മം. ഈ ജന്മത്തെയും കർമ്മത്തെയും എങ്ങനെയുള്ള മേ മമ ദിവ്യം അപ്രാകൃതം, സാമാന്യ ലോകര് പ്രകൃതിവശകരായിട്ടാണ്, ഇത് പ്രകൃതിയെ വശത്താക്കിയിട്ടാണ്. നേരത്തെ പറഞ്ഞു ദേഷ്യം പിടിക്കുക, ദേഷ്യത്തെ പിടിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. ഒരാൾ വലിയൊരു മഹാത്മാവാണെന്നൊക്കെ കേട്ടു. അപ്പം മഹാത്മാവിനെ നമ്മൾ അളന്ന് തൂക്കി വെച്ചിട്ടുണ്ട്. എന്താ മഹാത്മാവ്? മഹാത്മാവിന് കാമം ഉണ്ടാവില്ല, മഹാത്മാവിന് ക്രോധം ഉണ്ടാവില്ല, മഹാത്മാവിന് എന്തുണ്ടാവില്ല, മതം ഉണ്ടാവില്ല, മഹാത്മാവിന് മത്സരം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മളിങ്ങനെ പുസ്തകത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു അളവ് കോലുമായിട്ടാണ് പോണത്. അങ്ങനെ മഹാത്മാവിൻ്റെ മുറിയിലേക്ക് പോകാൻ നോക്കുമ്പോൾ അയാൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്യുകയാണ് അയാളെ ശിഷ്യനെ. ഒയ്യോ! അപ്പോൾ നമ്മളെന്തുറപ്പിച്ചു? ഇത് മഹാത്മാവല്ല. എന്താ കാരണം? ക്രുദ്ധനാണ് ഇയാൾ. ക്രോധം ഉണ്ടെങ്കിൽ മഹാത്മാവാകുമോ? ഇയാൾ ദുരാത്മാവാണ്. ഇയാളെ മഹാത്മാവ് എന്ന് വിളിച്ചത് എൻ്റെ ദൗരാത്മ്യം എന്ന് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു പോരും. നമുക്കറിയോ അയാൾക്ക് ക്രോധം പിടിച്ചതാണോ അയാൾ ക്രോധത്തെ പിടിച്ചതാണോ? നമുക്കറിയില്ല. ഇവിടെയാണ് വിഷയമുള്ളത്. അതുകൊണ്ട് ഇവിടെ അപ്രാകൃതം എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക. മായാരൂപം, അപ്രാകൃതം എന്നൊക്കെ പറഞ്ഞത് ശ്രദ്ധിക്കുക. വരിച്ചതാണ്, സ്വീകരിച്ചതാണ്. അങ്ങനെ ഐശ്വര്യമായിരിക്കുന്ന ഈശ്വരൻ്റേത്, ഐശ്വര്യം ഈശ്വരൻ്റേത്, ഈശ്വരസ്യ ഭാവം അപ്രാകൃതം, എല്ലാത്തിനെയും നിയമിക്കുന്നതായ ശക്തി വിശേഷത്തോടു കൂടിയ എൻ്റെ ജന്മകർമ്മങ്ങളെ യഥോക്തം, പറയപ്പെട്ട പോലെ മനസ്സിലാക്കണം. യോ വേത്തി തത്വതഃ തത്വേന യഥാവത്, യഥാവത് എങ്ങനെയാണോ അങ്ങനെ മനസ്സിലാക്കുക. ഈ അറിവ്, ഈ അവതാരത്തെക്കുറിച്ചുള്ള അറിവ്, അവതാരജ്ഞാനം, ഇത് തന്നെ മുക്തിയെ പ്രദാനം ചെയ്യുന്നതാണ്. ഭഗവാന്റെ യാഥാത്മ്യം മനസ്സിലാക്കുമ്പോൾ അത് തന്നെ മോക്ഷഹേതുവായി തീരുന്നു. എങ്ങനെ? അതാണ് പറഞ്ഞത്, ദേഹം ഇമം ത്യക്ത്വാ, ഈ ദേഹത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പുനർജന്മ പുനരുത്പത്തി നയേത്തി. എന്തുകൊണ്ടെന്ന് ചോദ്യം. അവിടെ നേരത്തെ പറഞ്ഞു അപരിമിത സ്വരൂപമാണ് താനെന്ന ബോധത്തിലേക്ക് ഉയർന്നു. പിന്നെ അയാൾക്ക് ജന്മ കാരണമില്ല. മാമേതി ആഗച്ഛതി സമുച്യതേ ഹേ അർജുന, ഹേ അർജുന. അവിടെ അവൻ മുക്തനാവുന്നു എന്നുള്ള താല്പര്യം മനസ്സിലാക്കണേ.
തൻ്റെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്തെ സാക്ഷാത്കരിക്കുന്നു. അപ്പോൾ തന്നിലെ പരിമിതികളെല്ലാം കൊഴിഞ്ഞുപോയി. ഇങ്ങനെ അയാൾ മുക്തനാകുന്നു. അപ്പോൾ ഒരു സംശയം, അപ്പോൾ ഭഗവാനിപ്പോൾ ഉള്ള ആളല്ലേ? അതെ, ഇപ്പോൾ ഉള്ള ആളാണ്. അപ്പോൾ ഈ മോക്ഷമാർഗം എന്നുള്ളത് ഇപ്പോൾ തുടങ്ങിയതാണോ? അല്ല, അങ്ങനെ ആവാലോ സംശയം. ശ്രീകൃഷ്ണൻ എന്നുള്ള ഒരു വ്യക്തിയിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകാം. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയായിക വരാം. മനസ്സിലായില്ല? ഭഗവാന്റെ ദിവ്യമായ ജന്മകർമ്മം എന്ന് പറഞ്ഞാൽ അത് ശ്രീകൃഷ്ണനെ സംബന്ധിക്കുന്നതാണെന്ന് തോന്നാം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നം. അതാണ് പറയണത്, നയേഷ മോക്ഷമാർഗഃ ഇദാനീം പ്രവൃത്തഃ കിം തർഹി പൂർവമപി. ന ഏഷ മോക്ഷമാർഗഃ ഇദാനീം പ്രവൃത്തഃ കിം തർഹി പൂർവമപി. ഈ മോക്ഷമാർഗം ദപ്പ പ്രവർത്തിച്ചൊന്നുമല്ല, ഇത് അനാദികാല പ്രവൃത്തമാണ്. കേവലം ശൈവന്മാരോ വൈഷ്ണവന്മാരോ ഒക്കെ ആയിപ്പോയി നമ്മളെങ്കിൽ നമ്മളെ പരിമിതിയിൽ ഒതുങ്ങിയിട്ടുണ്ടാവുക. ശിവൻ അപ്പുറത്തേക്കൊരു ഈശ്വരത്വത്തെ ഭാവന ചെയ്യാൻ ശൈവന് കഴിയില്ല. വിഷ്ണുവിന് അപ്പുറത്തേക്കൊരു ഈശ്വരത്വത്തെ ഭാവന ചെയ്യാൻ വൈഷ്ണവനും കഴിയില്ല. പക്ഷെ രണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ശൈവനും വൈഷ്ണവനുമായ വലിയ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ രണ്ടാൾക്കും ജനിച്ച ദിവസമൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇത് കൊല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. നക്ഷത്രമൊക്കെ പറയും നമ്മൾ, അത് വേറെ വിഷയം. അതെ, വിഷ്ണുവിന് തിരുവോണം കൊടുക്കാനും ഒക്കെ നമുക്ക് വലിയ എളുപ്പമാണ്. വിഷ്ണുവിനടക്കം നാൾ വെച്ചോ നീ? നാരായണനും നാൾ വെച്ചോ? വെച്ചു. ശിവനും നാൾ വെച്ചോ? പിന്നെ ശിവനേതാ? തിരുവാതിരയാണത്ര. എനിക്കറിയില്ലേ, ആണെന്നാ പറയണത്. ഇവിടെ ഉള്ളവർക്ക് സംശയമല്ല, തിരുവാതിരയാണ്. വേണമെച്ചാൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കും നമ്മൾ. ശാസ്ത്രത്തിൽ ഒരിടത്തും അവർ ജനിച്ചത് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനൊരു ഗുണം അതിനുണ്ട്. നേരെ മറിച്ച് കൃഷ്ണൻ രാമൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമാണ്. കൃഷ്ണൻ രാമൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ജന്മ ദിവസമുണ്ട്. ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന തിഥിയിൽ, ഇന്ന ദിവസം, ഇത്ര സമയത്ത് അവർ ജനിച്ചു എന്ന് കണക്കുണ്ട്. വാൽമീകി രാമായണത്തിലുണ്ട്, ഭാഗവതാദി പുരാണങ്ങളിലുണ്ട്. അപ്പോൾ സമയബദ്ധരായിട്ടാണ് നമ്മളവരെ മനസ്സിലാക്കുന്നത്. അപ്പം കൃഷ്ണൻ തന്നെ എന്നാണ് മനസ്സിലാക്കിയാൽ അതിന് മുമ്പില്ല എന്ന് വരും. കാരണം കൃഷ്ണൻ ഒരു സമയത്ത് ജനിച്ച ആളാണ്. അത് നമ്മളൊരു കൾട്ട്, അതിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും ഇല്ല. അത് നല്ല നേരം പോക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ചില സ്ഥലത്ത് ഇപ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുണ്ടല്ലോ. അത് കലിസന്ധരണ മന്ത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കി വരുന്നതാണ്. അപ്പോൾ അവിടെ ഇസ്കോണിൻ്റെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്നു വിചാരിച്ചോളൂ. അവർ തുടക്കത്തിൽ തുടങ്ങൂല, അത് മുണ്ടാണ്ടിരിക്കും. എന്നിട്ട് ഹരേ കൃഷ്ണ നമ്മൾ പറയും, അപ്പം അവർ തുടങ്ങും. ഒരു വിരോധമല്ല, നല്ലതാണ്, എന്താ കുഴപ്പം? അതിൻ്റെ പേര് നമ്മൾ അടികൂടേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരാണ് ജപം തുടങ്ങണതെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജപിക്കും. നല്ലതാണ്, വിരോധമൊന്നുമില്ല. അല്ല, നമ്മൾ ജപിക്കണ കൂട്ടത്തിലാണ് അവർ വന്ന് ജപിക്കണമെന്ന് വെച്ചാൽ ആദ്യത്തെ വാക്ക് അവർ മുണ്ടില്ല. ശ്രദ്ധിച്ചോളൂ, ഇനി ശ്രദ്ധിച്ചാൽ മതി. ഹരേ കൃഷ്ണയിൽ അവരങ്ങോട്ട് പങ്കുചേരും. പിന്നെ കറക്റ്റ്, പിന്നെ ഉണ്ടാവും, പിന്നെ മുടങ്ങാണ്ട് ചെയ്യും. മതിയിലോ, എവിടുന്നെങ്കിലും കൊളുത്തിയാൽ പോരെ, ദോഷമില്ല, നല്ലതാണത്. കാരണം കൃഷ്ണൻ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ പ്രശ്നം കൃഷ്ണാത്പരം കിമപി തത്വം അഹം ന ജാനേ എന്ന് പറയുമ്പോൾ കൃഷ്ണന്റെ തത്വമാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെന്തായി പോവും? ആ രൂപത്തിലും നാമത്തിലും കുടുങ്ങിപ്പോവും. അപ്പോഴാണ് ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം,
ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം, അഹം ബ്രഹ്മണഃ പ്രതിഷ്ഠ, ബ്രഹ്മണഃ പരബ്രഹ്മണഃ അഹം ശ്രീകൃഷ്ണ ഏവ പ്രതിഷ്ഠ. Those rascals who are propagating I am Brahman എന്ന് വരെയാവും. എന്താണ് സ്വാമി വേണ്ടാണ്ട് അശ്ലീലൊന്നും പറയല്ലോ ക്ലാസ്സിൽ ഇരുന്നിട്ട്. എടേ അശ്ലീലല്ല, എഴുതി വെച്ചതാണ്. Those rascals who are propagating I am Brahman, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന റാസ്കൽസ് ആരാണ്? സന്യാസിമാർ, അദ്വൈതികൾ, ശങ്കരാചാര്യരുടെ പിൻപറ്റുന്നവർ. എന്താ കഥ! അങ്ങനെ നാമരൂപബദ്ധരായി പോകും നമ്മൾ. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്തെ സാക്ഷാത്കരിക്കുന്നതാണ് അത്. അതുകൊണ്ട് ന ഇദാനീം പ്രവൃത്ത, ഇതിപ്പോൾ തുടങ്ങിയതൊന്നും അല്ല, അനാദികാല പ്രവൃത്തമാണ്. വ്യക്തമാണല്ലോ. നമുക്കാരോടും വിരോധമില്ല. അതാണ് തൈരയം ന വിരുദ്ധ്യത. ഒരു ദാർശനികരോടും വേദാന്തിക്ക് യാതൊരു വിരോധവുമില്ല. എല്ലാവരും ചേർന്നാലിങ്ങനെ ചെയ്ത് ചേർത്തിരുത്താൻ പറ്റും. ഒരു പ്രശ്നവുമില്ല. ഞാൻ നിന്നോട് എതിർപ്പാണ്, നീ ഒരിക്കൽ അടുത്തിരിക്കുക, എനിക്ക് നിന്നോട് എതിർപ്പില്ലല്ലോ, അവിടെയല്ലേ പ്രശ്നം. ഞാൻ നിൻ്റെ ശത്രുവാകുന്നു, സന്തോഷം, ശത്രു ഇരിക്കുക, വാ ശത്രു ഇരി, അടുത്തിരി. അതാണ് വേദാന്തി. സ്വസിദ്ധാന്ത വ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിതാഭൃശം പരസ്പരം വിരുദ്ധ്യന്തേ തൈരയം ന വിരുദ്ധ്യതേ, തൈഹി അയം ന വിരുദ്ധ്യതേ, അയം വേദാന്ത ദർശനഃ ന വിരുദ്ധ്യതേ. അതാണ് മനസ്സിലാക്കേണ്ടത്. വ്യക്തമാണല്ലോ. ഇല്ലെങ്കിൽ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മളെ പരിമിതിയിൽ പെട്ടുപോകും. വേണല്ലോ. ഏത് രൂപത്തിലൂടെ, ഏത് നാമത്തിലൂടെയും വേദാന്തിക്ക് വിചാരം ചെയ്യാം. വിചാരത്തെ അതിക്രമിച്ചു കഴിഞ്ഞാൽ സ്വരൂപസ്ഥിതിയിൽ ഇരിക്കുകയും ചെയ്യാം. നീ ശിവനെ ധ്യാനിച്ചോളൂ, വേദാന്തിക്ക് ഒരു കുഴപ്പമില്ല, അവൻ ശിവനെ ധ്യാനിക്കാം. നീ കുട്ടിച്ചാത്തനെ ധ്യാനിച്ചോളൂ, വേദാന്തിക്ക് ഒരു കുഴപ്പമില്ല, കുട്ടിച്ചാത്തനെ ധ്യാനിക്കാം. കാരണം സകല ദേവതാക്കളിലൂടെയും ഏകമായ തത്വമാണ് അനുസന്ധാനം ചെയ്യപ്പെടുന്നതെന്നറിയാം. അതുകൊണ്ട് ആരുമായിട്ടും കലഹല്യ. അറിഞ്ഞോ അറിയാതെയോ മലയാളികൾക്ക് ഈ ഒരു ഭാവം കൂടുതലുണ്ട് കേട്ടോ, ഇല്ലേ? അതെങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ഒരു ത്രിപുണ്ഡ്രവും വരച്ച് നടുക്കൊരു ചന്ദനവും തൊട്ട് അതിൻ്റെ നടുക്കൊരു കുങ്കുമവും തൊടാൻ മലയാളിക്ക് കഴിയും, അല്ലേ? വേറെ കഴിയില്ല. വേറെ വിഷമാ. അയ്യോ, ഭസ്മം തൊടുകയെന്ന് പറഞ്ഞാൽ മഹാപാപാണ്, ചന്ദനം തൊടുകയെന്ന് പറഞ്ഞാൽ മഹാപാപാണ്. അതാണ് വൈഷ്ണവന്മാരെയും ശൈവന്മാരെയും മാന്യത, സംശയമില്ല. പക്ഷെ മലയാളിക്ക് ഒരു പ്രശ്നമില്ല. അത് നല്ല അസലായിട്ട് ഭസ്മം വരച്ച് നടുക്കൊരു അതിന് നടുക്കൊരു സിന്ദൂരവും കുങ്കുമം, മൂന്നുമായി. ശൈവവും വൈഷ്ണവവും ശാക്തയും ഒരു പ്രശ്നവും നമുക്കില്ല. അങ്ങനെ വേണം. കാരണം നമുക്കറിയാം, അറിഞ്ഞിട്ടല്ലാട്ടൊന്നും ചെയ്യണത്, അത് വേറെ വിഷയം. അറിഞ്ഞിട്ടല്ല എന്നുള്ളത്. അതുകൊണ്ട് നൈഷമോക്ഷമാർഗ ഇതാനും പ്രവൃത്ത കിം തർഹി പൂർവമപി, പണ്ടേ ഉള്ളതാണ്. എങ്ങനെ? വീതരാഗഭയക്രോധാ മന്മയാ മാമുപാശ്രിതാ ബഹവോ ജ്ഞാനതപസ പൂതാ മദ്ഭാവമാഗതാ. വീതരാഗഭയക്രോധാ മന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ
പൂത മദ്ഭാവമാഗത. വീതരാഗഭയക്രോധാഃ മന്മയാഃ മാമുപാശ്രിതാഃ പൂതാഃ അഥവാ ബഹവഃ ജ്ഞാനതപസാ പൂതാഃ മദ്ഭാവമാഗതാഃ. മദ്ഭാവം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം, അതാണ് മദ്ഭാവം. എൻ്റെ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാഹ്യമായതല്ല. ബാഹ്യമായതാന്ന് വിചാരിച്ചാൽ നീല ചായവും പൂശി എന്താ പീലി വെച്ച് മഞ്ഞപ്പട്ട് കൊടുത്ത് അതൊക്കെയാണ് മദ്ഭാവം. അതല്ല. അങ്ങനെയൊക്കെ ധരിച്ചാൽ വിഷമായി. പൗണ്ഡ്രകൻ അല്ലേ, അവസാനം കൃഷ്ണൻ തന്നെ വരേണ്ടി വന്നു. നീ അങ്ങനെ എൻ്റെ ഭാവമായിരുന്നു നടക്കണം. മദ്ഭാവമാഗത പൗണ്ഡ്രക അല്ലേ. എൻ്റെ ഭാവത്തെ പ്രാപിച്ചവനാരാണ്? നീല ചായം പൂശി മൂപ്പര് എവിടെ പോയി സർജറിയൊക്കെ ചെയ്ത് എക്സ്ട്രാ ഒരു കൈയൊക്കെ ഫിറ്റ് ചെയ്ത് 4 കൈയൊക്കെ ആയിട്ടാണ് നടക്കണമെന്ന് ആലോചിച്ച് നോക്കുക. അവസാനം ഭഗവാൻ തന്നെ വരേണ്ടി വന്നു അവനെ ശരിപ്പെടുത്താൻ. നമ്മൾ ധരിച്ചു പോവും ഇതൊക്കെയാണ് മദ്ഭാവം എന്നുള്ളത്. നാളെ നമ്മളൊരു സ്ഥലത്ത് പോയി. അപ്പോൾ ഒരു സ്ഥലത്ത് പോയി കുറേ ഭക്തന്മാർക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു കക്ഷീനെ കണ്ടു. മീശയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. മീശ കണ്ടു. പക്ഷേ പുരുഷ ലക്ഷണങ്ങളൊക്കെ ആയിട്ടുള്ള മനുഷ്യനാണ്. അതൊക്കെ സംസാരിച്ചു. പിന്നെ കട്ടൻ ചായയൊക്കെ തന്നു. അതൊക്കെ കുടിച്ച് സന്തോഷം. അപ്പോൾ ഭക്തന്മാർ ചോദിച്ചല്ല, സ്വാമിജി അമ്മയെ കണ്ടില്ലേ? ഇല്ലല്ലോ, അമ്മയെ കണ്ടില്ലല്ലോ. അയ്യോ, അമ്മയെ കാണാണ്ട് ഇവിടെ വന്നിട്ട് പോവുകയാണോ? അമ്മയെ കണ്ടിട്ട് പോവാം. എവിടെ അമ്മ? ഞാൻ കണ്ടില്ലല്ലോ. സ്വാമി ഞാൻ വെച്ചാൽ കണ്ടുണ്ടാവുമല്ലോ. നോക്കുമ്പോൾ ഈ ചങ്ങാതിയാണെന്നേ. അച്ഛനാന്ന് പറഞ്ഞാൽ തിരക്കിടില്ല. സ്വാമി അച്ഛനെ കണ്ടുവെന്ന് ചോദിച്ചാൽ റൈറ്റ്. അപ്പം ഇയാളാണ് അമ്മ. അപ്പം എന്നാ ഇയാൾ അമ്മയാവണത്? ഇയാൾ ചൊവ്വയും വെള്ളി അമ്മയാണ്. എടാ, അപ്പം എന്താ 7 ദിവസമല്ലാത്ത? അത് പിന്നെ കൃഷ്ണനാവും വേറെ ദിവസം, വേറെ ദിവസം സുബ്രഹ്മണ്യനാവും. ഓരോ വേഷമാണ്. ഓ, അദ്ദേഹത്തെ ഞാൻ കണ്ടു കേട്ടോ, ഫോട്ടോ കാണിച്ചു. ഇതാണ് അമ്മ. ഓ, അദ്ദേഹത്തെ കണ്ടു. ഞാൻ കണ്ടു, അമ്മയെ കണ്ടു. സന്തോഷം. സ്വാമി നല്ല ആളാ ചിദാനന്ദപുര സ്വാമി. മദ്ഭാവമാഗതാഹ ഇതാണോ? എന്താ ചെയ്യുക? അപ്പോൾ സ്വാമി വെളിച്ചപ്പാടിന് എതിര് പറയുന്ന ആളാണ്. ഞാൻ പറയില്ല. വെളിച്ചപ്പാടുള്ള സമയത്ത് സന്തോഷം. ഇതല്ല, ഇത് അയാൾ അല്ലാത്ത ദിവസം അയാൾ അമ്മ എന്നാണ് വിളിക്കണം. അപ്പം അയാൾ മീശയൊക്കെ ആയിട്ടുണ്ടാവാൻ പാടില്ല. അപ്പം അമ്മേൻ്റെ രൂപം വേണ്ട അയാൾക്ക്. നാട് മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്. ഏത് വലിയ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ എന്തൊക്കെ യാത്രയിലുണ്ടാവും. നാളെ വേറൊരാൾ ഭയഭക്തി ബഹുമാനത്തോടെ സ്വാമി അമ്മേനെ കണ്ടില്ലേ? ഓ, കണ്ടു. അപ്പം അമ്മയാരാ? ഇയാളുടെ ഭാര്യയാണ്. അത് പിന്നെ സ്ത്രീദേഹം തന്നെയാണ്. കുഴപ്പമില്ല. അതും ഈ പറഞ്ഞ പോലെ ചൊവ്വയും വെള്ളിയാണ്. ഈ അമ്മ എന്താ ചൊവ്വയും വെള്ളിയും വരുന്നത്? മറ്റ് 5 ദിവസം ഒഴിവാ അമ്മയ്ക്ക്? എനിക്കറിയില്ല. എന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചാൽ പറഞ്ഞു തന്നോളൂ. പിന്നെ ഞാൻ ഈ വിഡ്ഢിത്തരം ആരോട് ചോദിക്കില്ലല്ലോ. അമ്മ എന്നും അമ്മയല്ലേ? എനിക്ക് അമ്മ എന്നും അമ്മയാ. ഇല്ല. അമ്മേനെ 2 ദിവസം മാത്രം അമ്മയെ കാണുക, 5 ദിവസം അമ്മ അല്ലാണ്ട് കാണുക. എങ്ങനെയത്? ആർക്കെങ്കിലും അറിയിച്ചാൽ പറഞ്ഞു തരും. ആ വിഡ്ഢിത്തരം ആരോട് ചോദിക്കില്ലല്ലോ. ഞാൻ കണ്ടെന്നൊക്കെ അമ്മ തന്നെയാണ്. ജനിച്ച മുതൽക്ക് അമ്മ മരിക്കണവരെ കണ്ടു. അപ്പോഴൊക്കെ അമ്മയായിട്ട് തന്നെയാണ് കണ്ടത്. അല്ലാണ്ട് 2 ദിവസം ഞാൻ അമ്മ, 4 ദിവസം ഞാൻ അച്ഛൻ. ഇപ്പോൾ പുതിയ ഹീഷി, ഷീഹി, ദേദം ഒക്കെ ഉണ്ട് ഇപ്പോൾ സമൂഹത്തിൽ. അതുപോലെ ഒന്നുമില്ല.
മദ്ഭാവമാഗതാഹ. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ അല്പം നമ്മുടെ വിചാരത്തിൻ്റെ ദിശ തെറ്റിപ്പോയാൽ നമ്മൾ അപകടകരമായ നിഗമനങ്ങളിലെത്തി പൗണ്ഡ്രകോപാസകന്മാരായി മാറും. ഇന്ന് പൗണ്ഡ്രകോപാസനയാണ് ലോകത്തിൽ കൂടി വരുന്നത്. അതിനല്ലേ പറഞ്ഞിട്ടുണ്ടെന്ന് ലോകത്തിൽ. അതല്ലേ പറഞ്ഞ ഈ മദ്ഭാവം എന്നുള്ളതിന് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവഭാവം എന്ന് തന്നെ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പൗണ്ഡ്രകോപാസകന്മാരാവുന്ന പറഞ്ഞ്. അത്രയേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പലർക്കും വിരോധം ഉണ്ടാവും അങ്ങനെ പറയണത് തന്നെ. പലർക്കും വിരോധം ഉണ്ടാവും, അറിയാം. പക്ഷെ വിരോധം നോക്കിയിട്ട് പറയാതിരുന്നാൽ പറ്റുമോ? ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പിന്നല്ലേ. ഇവിടെ നമ്മൾ ഈ കെട്ടിടമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള സമയത്ത് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ അത് ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ച സമയത്ത് ഒരു അന്തർയോഗത്തിൽ വെച്ചിട്ട് 2-3 കക്ഷികൾ പറഞ്ഞിരുന്നു. അതിലൊരു കക്ഷി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, മറ്റൊരു കക്ഷി ഇന്നലെ ഇവിടെ വന്നു പോയി. സ്വാമി ഒരു കാര്യം ചെയ്യണം, സ്വാമിക്ക് പൈസ കനങ്ങനെ കുന്നുകൂടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. സ്വാമി പ്രസംഗം കംപ്ലീറ്റ് നിർത്തുക, വേദാന്ത ക്ലാസ് എടുക്കണത് നിർത്തുക, ഇവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുക വേഷം കെട്ടിയിട്ട്. സ്വാമിക്ക് ഞങ്ങൾ ചില കിരീടമൊക്കെ വെച്ച് തരും, ഇരിക്കുക, കൈകൊണ്ട് ഇങ്ങനെ ആര് വന്നാലും മിണ്ടരുത്, കൈകൊണ്ട് വത്സ ഇരിക്കും, ഏറി വന്ന മാക്സിമം അതേ പാടുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളും. ഈ കെട്ടിടമല്ല ഇതുപോലെ 100 കെട്ടിടങ്ങൾ നമുക്കൊരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. മിണ്ടരുത് സ്വാമി, മിണ്ടിയാ പോയി. ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ പിന്നല്ലേ. ഞാനിപ്പോൾ അങ്ങനെ ആലോചിക്കുക, അന്ന് അവർ ഉപദേശം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. അതിൽ ചില 2 കക്ഷികൾ ഇപ്പോൾ അവിടെ ഉണ്ട് ആ പറഞ്ഞ കൂട്ടത്തിൽ. ഒരു കക്ഷി ഇന്നലെ വന്ന് പോയി. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പുസ്തകമൊക്കെ വിറ്റവിടെ ഇരുന്നൊരു താടിക്കാരനെ. അയാളാണ് ഒരു കക്ഷി, നമ്മൾ വളരെ വേണ്ടപ്പെട്ട ആളാണ്. സ്നേഹപൂർവ്വം ദേഷ്യം കൊണ്ടല്ല അവർ പറഞ്ഞത്. അതാണ് ഇന്നത്തെ പരിപാടികൾ. അതെല്ലാം പൗണ്ഡ്രകോപാസനയിലേക്കാണ്. അപ്പോൾ നമുക്ക് പൗണ്ഡ്രകോപാസന വേണ്ട, നമുക്ക് കൃഷ്ണോപാസന മതി. അപ്പം മദ്ഭാവം എന്താണ്? നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം മാം മദ്ഭാവം ആഗതാഹ പൂതാഹ. പൂതന്മാര്, പൂതന്മാര് പരിശുദ്ധന്മാര് മദ്ഭാവമാഗതാഹ, എൻ്റെ ഭാവത്തെ പ്രാപിച്ചു. എങ്ങനെ? എത്ര പേര്? ബഹവഹ ബഹവഹ, അനേകം പേര്. അതെങ്ങനെയത് അങ്ങയുടെ ഭാവത്തെ പ്രാപിക്കണത്? ജ്ഞാനതപസാ പൂതാഹ, ജ്ഞാനരൂപേണ തപസ, ജ്ഞാനമേവ തപഃ തേന, ജ്ഞാനം തന്നെയാണ് തപസ്, തേന അതിനെക്കൊണ്ട് ജ്ഞാനതപസ പൂതാഹ പരിശുദ്ധന്മാര് മദ്ഭാവമാഗതാഹ. ഇതാണ് വളരെ ശ്രദ്ധേയമായ ശ്ലോകം. തൽക്കാലം ഇപ്പോൾ ഉപസംഹരിക്കുന്നു, പിന്നീട് തുടരാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.